അങ്ങനെ ശ്രീബുദ്ധന്റെ കഥ പറഞ്ഞു തരാം. പണ്ട് ശാക്യാകുലത്തിന്റെ രാജാവായിട്ടുള്ള ശുദ്ധോധന രാജാവിനും മായാദേവി റാണിക്കും ഒരു കുഞ്ഞുമോൻ ജനിച്ചു, സിദ്ധാർത്ഥ ഗൗതമൻ. ഈ വാവ ജനിച്ചപ്പം ആസ്ട്രോളജിസ്റ്റ് പറഞ്ഞു ഈ കുട്ടി ഒന്നിക്കൽ വലിയൊരു രാജാവാകും, അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളാകുമെന്ന് പറഞ്ഞു. ഈ മോനെ രാജാവാക്കാൻ വേണ്ടിയിട്ട് ശുദ്ധോധന രാജാവ് ഒരു റൂൾ ഇട്ടു, ഈ കുട്ടി പാലസ് വിട്ട് ഒരിക്കലും പുറത്തു പോവില്ല എന്ന്. അങ്ങനെ ലക്ഷൂറിയസിൽ വളർന്ന ഈ സിദ്ധാർത്ഥൻ ക്യൂരിയോസിറ്റി തോന്നുന്ന ഏജിലെത്തി. അങ്ങനെ ആരും കാണാതെ ആദ്യമായി കൊട്ടാരം വിട്ട് പുറത്തുപോയി. കൊട്ടാരം വിട്ട് പുറത്തു പോയപ്പം ആദ്യം കണ്ടതൊരു വയസ്സായിട്ടുള്ള ഒരാളാണ്. അപ്പോഴാണ് സിദ്ധാർത്ഥൻ മനസ്സിലാക്കുന്നത് മനുഷ്യന്മാര് വയസ്സാകുമെന്ന്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ആരും കാണാതെ പുറത്തു പോയപ്പോ കണ്ടത് ഇങ്ങനെ അസുഖം വന്ന് ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞൊരാള്. അന്ന് സിദ്ധാർത്ഥൻ മനസ്സിലാക്കുന്നത് മനുഷ്യന്മാർക്ക് അസുഖം വരുമെന്നും വന്നാൽ ഇതുപോലെ കഷ്ടപ്പെടും എന്നും മനസ്സിലാക്കി. മൂന്നാമത്തെ പ്രാവശ്യം പുറത്തു പോയപ്പം ഒരാൾ മരിച്ചത് കണ്ടു. അന്നാദ്യമായിട്ടാണ് സിദ്ധാർത്ഥൻ മരണം നേരിൽ കാണുന്നത്. അന്ന് സിദ്ധാർത്ഥൻ മനസ്സിലാക്കി ജീവിതം എന്ന് വെച്ചാൽ ദുഃഖമാണെന്ന്. എന്നിട്ട് നാലാമത്തെ പ്രാവശ്യം ഇതുപോലെ ആരും കാണാതെ പോയപ്പോൾ ഒരു സന്യാസിയെ കണ്ടു. ഈ സന്യാസി ലക്ഷറീസ് ഒക്കെ ത്യജിച്ച് ഒരു വളരെ സിമ്പിൾ ലൈഫായിരുന്നു ജീവിക്കുന്നത്. അന്ന് സിദ്ധാർത്ഥൻ തീരുമാനിച്ചു ഇതാണ് എന്റെ ജീവിത മാർഗം. ഇത് വന്ന് പറഞ്ഞ സിദ്ധാർത്ഥനോട് രാജാ ശുദ്ധോധന പറഞ്ഞു, നിനക്ക് ലോകത്തിലെല്ലാ ലക്ഷറീസും തരാമെന്ന് പറഞ്ഞിട്ട് ഒരു സുന്ദരിയായിട്ടുള്ള പ്രിൻസസ് ആയിട്ടുള്ള യശോധരയെ കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ അവർക്കൊരു കുട്ടി ജനിച്ചു. രാഹുൽ എന്നാണോ എനിക്ക് ഉറപ്പില്ല. അങ്ങനെ ആ കുട്ടി ജനിക്കുന്ന അന്ന് സിദ്ധാർത്ഥ ഗൗതമൻ എന്താ പറയാ അവരുടെ എല്ലാ ലക്ഷറീസും ത്യജിച്ച്, അതായത് സാക്രിഫൈസ് ചെയ്ത് ഒരു സന്യാസിയായി സന്യാസം സ്വീകരിക്കുന്ന സന്യാസിമാരുടെ കൂടെ കാട്ടിലേക്ക് പോയി.